പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ സന്ധ്യാസമയം കഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കപ്പെടുവാൻ ദൈവം ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും, എന്നെ ദൂരവ്യാപകമായി ഓൺലൈനിലൂടെയൊക്കെ പിന്നീട് ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സന്ധ്യാസമയം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ പഠനത്തിൻ്റെ ദ ഗോസ്പൽ ഓഫ് ജോൺ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സുവിശേഷ അധ്യായത്തിൻ്റെ വളരെ ആധികാരികമായ നിലയിൽ ഓരോ ഭാഗങ്ങളും അതിൻ്റെ ആഴമായ നിലയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന നിലയിൽ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ 5 ക്ലാസ്സുകളിൽ അത് ധ്യാനിക്കുവാൻ, പഠിക്കുവാനൊക്കെ ദൈവം സഹായിച്ച കൃപകളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ 2ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ച വിഷയങ്ങളുടെ മേലൊക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾക്കുള്ള അവസരങ്ങളുണ്ട്. എൻ്റെ നമ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആണല്ലോ. നിങ്ങൾക്ക് ഏതൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വോയിസ് മെസ്സേജ് ഇടാം, അല്ലാതെ റിട്ടേൺ മെസ്സേജ് ഇടാം. ഏതിനും എന്നാൽ കഴിവതും അതിന് ഉത്തരം നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ അതിനായി സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ തുടർന്ന് നമ്മൾ ഇന്നത്തെ അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് കടക്കുവാൻ ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയത് യോഹന്നാന്റെ സുവിശേഷം 2ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗമായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർമാനമായിട്ടുള്ള ഭാഗം 13ാം വാക്യം മുതൽ 25ാം വാക്യം വരെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 13 to 25. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മളിപ്പം ഓരോരോ ഭാഗം വെച്ച് അത് വായിച്ചു പോകുവാൻ നമ്മൾ ക്ലാസ് എടുക്കുന്നതിനനുസരിച്ച് അത് നമുക്ക് ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇതിൻ്റെ റീഡിംഗ് പോർഷൻ തന്നായിരുന്നു. ഇത് മറ്റ് സുവിശേഷങ്ങളുള്ളത് മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, ഇതിലൊക്കെ ആ ഭാഗങ്ങൾ കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 21ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ, മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 11ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിനകത്ത് 19ാം അധ്യായത്തിൽ 45ഉം 46ഉം വാക്യങ്ങളാണ് ഇതിനെക്കുറിച്ചുള്ള മറ്റ് കണക്റ്റിംഗ് വേർഡ്സസ് ആയിട്ട് നമുക്ക് മറ്റ് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ നമ്മൾ യോഹന്നാൻ ഈ 2ാം അധ്യായത്തിൽ 2 സംഭവങ്ങളാണ് പ്രധാനമായി വിവരിച്ചിരിക്കുന്നത്. 2 സംഭവങ്ങൾ. ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിക്കുവാനിടയായി തീർന്നു. ഈ 2 സംഭവങ്ങളിലും യേശു തൻ്റെ അധികാരം പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യേശു തൻ്റെ അധികാരം പ്രയോഗിക്കുന്നുണ്ട്. അവ രണ്ടും തികച്ചും വ്യത്യസ്തമായ രീതിയിലും തികച്ചും വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കുമാണ് നമ്മൾ അവിടെ കണ്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കാനാവിലെ കല്യാണത്തിന്റെ സംഭവമായിരുന്നു അല്ലേ? വിവാഹാഘോഷത്തിൽ കർത്താവായ യേശുക്രിസ്തു പകർന്ന സമൃദ്ധിയും അവിടെ ആ ജനത്തിന്റെ മേൽ അവർക്ക് നിരാശ സംഭവിക്കേണ്ട സ്ഥാനത്ത്, ലജ്ജ സംഭവിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് അവിടെ ചൊരിഞ്ഞ സന്തോഷത്തെയാണ് നമ്മൾ അവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിക്കുവാനിടയായി തീർന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യഹൂദന്മാരുടെ ഏറ്റവും പവിത്രമായ ദേവാലയത്തിൽ യേശു നടത്തിയ അധികാരപരമായ ഒരു ഇടപെടലിനെ കുറിച്ചാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. വ്യക്തി ഒന്ന് തന്നെ, ഇടപെട്ട വ്യക്തി ഒന്ന് തന്നെ, അതേ വ്യക്തി, തൻ്റെ അതേ അധികാരം, എന്നാൽ തികച്ചും വ്യത്യസ്തമായ 2 രീതിയിലുള്ള ഇടപെടലാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ ആ വിഷയമാണ് ചിന്തിക്കുന്നത്. ഒരേ വ്യക്തി, സെയിം അധികാരം, എന്നാൽ വ്യത്യസ്തമായ 2 നിലയിലുള്ള ഇടപെടൽ. നമ്മൾ ഇതിന്റെ ഒരു കോൺട്രാക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ 2 ഭാഗത്തിന്റെ, ഒരേ അധ്യായത്തിൽ 2 ഭാഗങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. 1 മുതൽ 12 വരെ, 13 മുതൽ 25 വരെ. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റേജ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഈ 2 ഭാഗത്തിന്റെ, ഒന്ന് കാനാവിലെ കല്യാണം, ഒന്ന് ദേവാലയത്തിലെ ശുദ്ധീകരണം. അപ്പൊ കാനാവിലെ കല്യാണത്തിൽ അതിൻ്റെ
അതിന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കാണുന്നു. ഒരു ഭവനവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് ഇടപെട്ട ഒരു വിഷയം അല്ലേ. അവിടെ സന്തോഷത്തെ കൊടുത്ത ഒരു അനുഭവത്തെ കാണുന്നുണ്ട്. എന്നാൽ ദേവാലയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് ദൈവം ചെയ്ത ഒരു വിഷയമായിരുന്നു. അതൊരു മതപരമായ ഒരു വിഷയമായിരുന്നു. ഇനി ഈ രണ്ട് വിഷയത്തിൽ കർത്താവ് എങ്ങനെയാണ് ഇടപെട്ടത്? കാനാവിലെ കല്യാണത്തിലാണെങ്കിൽ വളരെ ശാന്തമായിട്ടാണ് അല്ലെ, ഒരു കർട്ടന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നത് പോലെ. പ്രത്യേകിച്ച് അധികം പേരൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയും അല്ലെ കുറച്ചുപേര് സഹായികളും അവരൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. എല്ലാവരും അറിഞ്ഞതായിട്ട് അവിടെ കാണുന്നില്ല. എന്നാൽ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവൻ പബ്ലിക്കായിട്ടാണ് അത് ചെയ്തത്. എല്ലാവരും അറിഞ്ഞു. അത് മാത്രമല്ല, അവരെ ശാസിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. ഇനിയും മറ്റൊരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇത് യേശുവിനെ അവെയറാക്കിയതാരാ? ഈ രണ്ട് വിഷയങ്ങളിലും ആരാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്? കാനാവിലെ കല്യാണത്തിന് യേശുവിന്റെ അമ്മയാണ് യേശുവിനോട് ഈ ഒരു സംഭവത്തെ കുറിച്ച് അവെയർ ചെയ്തത് അല്ലെ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു കൊടുത്തത്. എന്നാൽ നമ്മളെ ദേവാലയത്തിലേക്ക് വരുമ്പോഴോ ആരും പറഞ്ഞില്ല കർത്താവിനോട്. കർത്താവ് തന്നെയാണ് ആ വിഷയത്തെ ആക്ട് ചെയ്ത് കാണുന്നത്, തന്നെ ഒരു ഡിസിഷൻ എടുക്കുകയായിരുന്നു. ഇനി ഈ രണ്ടവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ എന്തിനാണ് മാറ്റം വന്നതെന്ന് മനസ്സിലാക്കണം. എന്തിനാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത്? കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെയാണ് അവൻ വീഞ്ഞാക്കിയത് ആണോ? ഇന്ന് ദേവാലയത്തിലോ ഒരു ചന്തസ്ഥലമായി മാറി, ഇതൊരു മാർക്കറ്റ് പ്ലേസ് പോലായി മാറിയ ഒരു ദേവാലയത്തെ അവൻ പ്രാർത്ഥനയുടെ കൂടാരമാക്കി മാറ്റി. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കുന്നത് കാണാം. ഇനി ഈ രണ്ട് സ്ഥലത്തും അവിടെ കർത്താവിന്റെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു? കാനാവിലെ കല്യാണത്തിന് ദയാപരമായിട്ടായിരുന്നു, അവരെ കെയർ ചെയ്തുകൊണ്ടായിരുന്നു, കമ്പാഷനേറ്റ് ആയിരുന്നു. എന്നാൽ ദേവാലയത്തിലേക്ക് വരുമ്പോഴോ അവൻ നീതിയുള്ള കോപത്താൽ, റൈച്ചസ് ആങ്കർ, മാത്രമല്ല ഒരു ദൈവാലയത്തോടുള്ള ഭക്തിയാൽ അവന്റെ ഇടപെടൽ ആ രീതിയിലായിരുന്നു. അവന്റെ ഇമോഷൻസ് ആ രീതിയിലായിരുന്നു. ഒരിടത്ത് ആർദ്രതമായിട്ടാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അവൻ കോപത്തോടെയാണ് ഇടപെട്ടത്. ഇനി ഇത് രണ്ടിന്റെ റിസൾട്ട് എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റിയത്? അവിടെ കാനാവിലെ കല്യാണത്തിന്റെ റിസൾട്ട് എന്താ സംഭവിച്ചതെന്ന് അവിടെ നമ്മൾ പഠിച്ചതാണ്. ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നതാണ്. എന്നാൽ ഈ ദേവാലയത്തിൽ നമ്മൾ അവിടെ കണ്ട ഒരു റിസൾട്ട്, മത നേതാക്കന്മാർ അവനോടൊരു അടയാളം ചോദിക്കുക. അവർക്കൊരു അടയാളം ആവശ്യമാണ്. ഇതാണ് ഇവിടെ കാണുന്ന റിസൾട്ട്. ഇനി പൊതുവെ നമ്മൾ രണ്ടും കൂടി നോക്കുമ്പോൾ ശരിക്കും ദൈവം അവിടെ വെളിപ്പെടുത്തിയത് എന്താണ്? കാനാവിലെ കല്യാണത്തിന് കർത്താവ് വെളിപ്പെടുത്തിയത് ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയുടെ ചെറിയ സന്തോഷത്തെ പോലും കെയർ ചെയ്യുന്ന ഒരു കർത്താവ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. ആ കുടുംബത്തെ കുറിച്ചൊന്നും അറിയില്ല, ആ കല്യാണം കഴിച്ചത് ആരാണെന്നൊന്നും അറിയില്ല. ഒരു സാധാരണ ഫാമിലി. ആ കുടുംബത്തിന്റെ ചെറിയ കെയറിങ് പോലും, ചെറിയ ആവശ്യങ്ങളെ പോലും അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നാണ് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദേവാലയത്തിലേക്ക് വരുമ്പോഴോ കർത്താവ് എന്താണ് കെയർ ചെയ്തത്? കർത്താവ് കെയർ ചെയ്തത് ദൈവത്തിന്റെ വിശുദ്ധിയെ അവൻ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി, ആരാധനയുടെ മഹത്വത്തിന് വേണ്ടി, പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി അവൻ ഡിഫെൻഡ് ചെയ്താണ് കർത്താവോട് ഇടപെട്ട്. അപ്പൊ ഈ ഒരു രണ്ട് കോൺട്രാക്സ്റ്റ് നിങ്ങൾക്ക് ഈ രണ്ട് ഭാഗത്തോട് ഒന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോഹന്നാന് ഈ രണ്ട് സംഭവങ്ങൾ മനഃപൂർവ്വമായിട്ട് തന്നെയാണ് ഈ 2-ാം അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മനഃപൂർവ്വമായിട്ട് ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുക. അപ്പൊ യേശു ഇടപെടുന്ന രണ്ട് രീതികൾ ഒരേ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ഒന്ന് ആർദ്രതയുള്ള മുഖം, മറ്റൊന്ന് ഉഗ്രമായ ഒരു മുഖം. ഒന്ന് ഉദാരമായി ദൈവം കർത്താവ് ചെയ്യുമ്പോൾ മറ്റൊരിടത്ത് ഒരു കൺഫ്രണ്ടേഷൻ ആണ്, ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കുക. ഒരിടത്ത് കർത്താവ് വിവാഹം ആഘോഷിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ദേവാലയത്തിലെ മേശകൾ മറിച്ചിടുകയാണ്. കണ്ടോ? അപ്പൊ നിങ്ങളുടെ യേശുവിന്റെ പ്രതിച്ഛായ ഇവയിൽ ഒന്നു മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ കുറിച്ചുള്ള ഒരു ചിത്രം അപൂർണമായിരിക്കും, പൂർണ്ണ ചിത്രം ലഭിക്കത്തില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക്
കാനാവിലെ കല്യാണത്തെ മാത്രമേ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ കാനാവിലെ കല്യാണത്തിൽ യേശു ഇടപെട്ട രീതി മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുള്ളൂ എങ്കിൽ ജനം വിചാരിക്കും യേശു കർത്താവ് സ്നേഹവരൻ മാത്രമാണ്, അവൻ ഈ മോശമായ പ്രവൃത്തി കാണുമ്പോൾ ഇടപെടാത്തതാണ്, എല്ലാം പോട്ട് സാരമില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞ് താലോലിച്ച് വിടുന്ന ഒരു കർത്താവാണ് നിങ്ങളുടെ കർത്താവ് എന്ന് പലരും വിചാരിക്കും. ഇനി നേരെ തിരിച്ച് ദേവാലയത്തിൽ മാത്രം ഇടപെടുന്ന ഒരു യേശുവിനെയാണ് പ്രഘോഷിക്കുന്നതെങ്കിൽ ജനം യേശുവിനെ കുറിച്ച് പറയുന്ന കുറ്റം എന്തായിരിക്കും? ഒരു സാധാരണക്കാരനെ മനസ്സിലാക്കാത്തൊരു യേശുവാണ് നിങ്ങളുടെ യേശു. എപ്പോഴും വഴക്ക് പറയുന്നത്, എപ്പോഴും അടിക്കുന്ന, എപ്പോഴും തല്ലുന്ന ഒരു യേശു മാത്രമേ ഉള്ളൂ, അല്ലേ? എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന രണ്ട് സംഭവങ്ങളും ഒരേ യേശുവാണ്, ഒരേ സ്നേഹം വ്യത്യസ്ത ദിശകളിലാണ് പ്രകടിപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ രണ്ടിടത്തും ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. കല്യാണത്തിന് വീഞ്ഞിന്റെ പോരായ്മയായിരുന്നെങ്കിൽ ദേവാലയത്തിൽ യഥാർത്ഥ സത്യ ആരാധനയുടെ പോരായ്മയായിരുന്നു. കല്യാണത്തിൽ കർത്താവ് അവിടെ കറക്റ്റ് ചെയ്തത് എന്തായിരുന്നു? അവർക്ക് അബണ്ടൻസ് കൊടുത്തിട്ടായിരുന്നു. ധാരാളിത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് പോരാതെ വരുവോളം അവരുടെ പോരായ്മയെ നികത്തി അവിടുത്തെ പ്രശ്നത്തെ അവൻ പരിഹരിക്കുമായിരുന്നു. എങ്കിൽ ദേവാലയത്തിലോ അവിടുത്തെ കറപ്ഷൻസിനെ നീക്കിയായിരുന്നു കർത്താവ് അവിടെ കറക്ഷൻസ് നടത്തി. അവിടുത്തെ അഴിമതി, അവിടെ അവർ ഇത്രയും നാളും കൊണ്ടു നടന്ന പാപപ്രവർത്തികളെ നീക്കിയായിരുന്നു കർത്താവ് അവിടെ തന്റെ വേല, തന്റെ മഹത്വം വെളിപ്പെടുത്തി. നമ്മൾ അതിന്റെ പ്രാരംഭവാക്യത്തിലേക്ക് നോക്കാം. 13ഉം 14ഉം വാക്യം. 13ഉം 14ഉം വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട്. മനസ്സിലായോ? ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വായിക്കാം. അപ്പൊ അവിടെ നടക്കുന്ന സംഭവത്തെ കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ യേശു എന്താണ് ചെയ്തതെന്ന് പഠിപ്പിക്കുന്നതിന്റെ മുൻപ്, അല്ലെ നമ്മളത് പഠിക്കുന്നതിന്റെ മുൻപ്, യേശു അവിടെ എന്താണ് കണ്ടതെന്നും യേശു എന്തുകൊണ്ട് അവിടെ പോയി എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായോ? യേശു അവിടെ എന്താണ് ചെയ്തതെന്ന് നമ്മൾ പഠിക്കുന്നതിന്റെ മുൻപ് യേശു അവിടെ കണ്ടത് എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഒന്ന്, നമ്മൾ അതിന്റെ സന്ദർഭമായിട്ട് മനസ്സിലാക്കേണ്ടി ഒന്ന് പെസഹയെ കുറിച്ച് മനസ്സിലാക്കണം. ദ പാസ് ഓവർ കോണ്ടെക്സ്റ്റ് അതെന്താണെന്ന് നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഈ യഹൂദന്മാരുടെ കലണ്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമായിരുന്നു ഈ പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത്. നമുക്കത് ഏവർക്കും അറിയാം, നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ധ്യാനിച്ചവരാണ്. അത് മിസ്രൈമിൽ നിന്ന് പുറപ്പാടിന്റെ ഓർമ്മയ്ക്കായിട്ട്, അതിന്റെ സ്മരണയ്ക്കായിട്ട് ആബീബ് മാസം 14-ാം തീയതി ആദ്യത്തെ പെസഹ ആഘോഷിക്കും, അല്ലേ? അന്ന് അവർ ആട്ടിൻകുട്ടിയെ അറക്കുകയും ഇസ്രായേൽ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെടുകയും ചെയ്ത ആ രാത്രി ഒരു ഇസ്രായേലിനും മറക്കുവാൻ കഴിയുന്ന ഒന്നല്ല. അവരുടെ ജീവിതകാലത്ത് അവർക്ക് മറക്കുവാൻ കഴിയത്തില്ല. അതവർ തലമുറയായി ഓർത്തുകൊണ്ടിരിക്കും, അവരെ തലമുറയായിട്ട് ആഘോഷിക്കും. അപ്പൊ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് ആ രാത്രിയെ കുറിച്ച് പറയുന്നത്. കുഞ്ഞാട് അവിടെ അറുക്കപ്പെടുകയാണ്. അവന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി അർദ്ധരാത്രിയിൽ സംഹാരകൻ കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ വാതുക്കലെല്ലാം ഈ രക്തം കണ്ടിട്ട് കടന്നു പോവുക, സംഹാരകനിൽ നിന്ന് ആ ഭവനങ്ങളൊക്കെ രക്ഷ പ്രാപിക്കുക. എന്നാൽ മിസ്രൈമിന്റെ ഭവനത്തിലൊക്കെ കയറി രക്തം കാണാത്തത് കൊണ്ട് ആ ഭവനത്തിലെ ആദ്യപുത്രന്മാരെ എല്ലാം സംഹരിക്കുവാനിടയായി തീർന്നു. വലിയൊരു നിലവിളിയുടെ ഒരു രാത്രി. എന്നാൽ ആ രാത്രിയിൽ ഇസ്രായേലിയർ മിസ്രൈമിനോട് ഗുഡ് ബൈ പറയുന്ന ഒരു രാത്രിയായിരുന്നു. അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. അടിമനുഖത്തിൽ നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ അതുകൊണ്ട് പെസഹ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ ഉത്സവമാണ്, വീണ്ടെടുപ്പിന്റെ ഒരു ഉത്സവമാണ്, ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഉത്സവമാണ്. അപ്പൊ ഓരോ വർഷവും ഈ യഹൂദന്മാരുടെ കുടുംബത്തിൽ ദൈവം അവരെ വീണ്ടെടുത്തത്, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വീണ്ടെടുത്തതിന്റെ സന്തോഷത്തിൽ
അവർ ഈ ഉത്സവം കൊണ്ടാടും. അപ്പൊ പെസഹ അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഈ നിങ്ങളെ വീണ്ടെടുത്തത് നിങ്ങൾ ദൈവത്തിന്റെ വകയാന്ന് കാണിക്കാൻ വേണ്ടിയാ, അല്ലേ? യു ആർ ബിലോങ്സ് ടു ദ ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ വക, അതിനാണ് നിങ്ങളെ അവൻ വീണ്ടെടുത്തത്. അപ്പൊ ഈ ആഘോഷം നടത്താൻ വേണ്ടി എല്ലാ പുരുഷന്മാരും യെരുശലേമിലേക്ക് വരണമായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ, ഈ യഹൂദന്മാരുടെ ഈ ഉത്സവം, പുരുഷന്മാർ യെരുശലേമിൽ വരേണ്ട 3 പ്രധാനപ്പെട്ട ഉത്സവമുണ്ട്. പുരുഷന്മാരൊക്കെ യെരുശലേമിൽ വരേണ്ടതായിട്ടുള്ള 3 പ്രധാനപ്പെട്ട ഉത്സവം. അതിലൊന്നാണ് ദ ഫീസ്റ്റ് ഓഫ് പാസ് ഓവർ, പെസഹ പെരുന്നാൾ. നമ്മളിപ്പം പഠിക്കുന്നത് തന്നെ, അല്ലെ? പെസാക്ക് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ പേശ എന്ന് പറയുന്നത്. ഫീസ്റ്റ് ഓഫ്, അതിനോട് ചേർന്നുള്ളതാണ് ഫീസ്റ്റ് ഓഫ് അൺലീവൻ ബ്രെഡ്, അതായത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ഇത് 2, പെസഹ ഒരു ദിവസമാണ്, അതിനോട് ചേർന്ന് തന്നെയാണ് ദ ഫീസ്റ്റ് ഓഫ് അൺലീവൻ ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പം. അത് 7 ദിവസമാണ്. അങ്ങനെ മുഴുവനും ആ 8 ദിവസത്തെ ഒരു ഉത്സവമാണ്. ഇതാണ് പുരുഷന്മാരെല്ലാം ഈ ഒരു ഉത്സവത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ യെരുശലേമിൽ വന്നു ചേരും. രണ്ടാമത്തെ ഉത്സവമാണ് ഷാവോത്ത് എന്ന് പറയുന്ന ഒരു ഉത്സവം, അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് വീക്സ്, അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് പെൻഡക്കോസ്റ്റ് എന്ന് പറയും. ഇതെല്ലാം ക്ലബായിട്ട് പറയുന്ന ഒറ്റ പേരാണ്, ഷാവോത്ത്. ഷാവോത്ത്, ഫീസ്റ്റ് ഓഫ് വീക്സ്, അല്ലെങ്കിൽ പെൻഡക്കോസ്റ്റ് പെരുന്നാൾ. അതും 7 ദിവസമാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു ഉത്സവമുണ്ട്, സുക്കോത്ത്, അല്ലെ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ എന്ന് പറയും, കൂടാര പെരുന്നാൾ. മറ്റൊരു പേര് ഫീസ്റ്റ് ഓഫ് ടെൻസ്, TENTS, ടെൻസ്, കൂടാരം എന്നുള്ളതിന്റെ. ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ ഓർ ഫീസ്റ്റ് ഓഫ് ടെൻസ്, അല്ലെ സുക്കോത്ത് എന്നൊക്കെ പറയും. അപ്പൊ അതും 7 ദിവസമാണ്. അപ്പൊ ഇതെല്ലാം വ്യത്യസ്ത ദിവസങ്ങളിലാണ്. അപ്പൊ ഈ 3 ഉത്സവങ്ങളിൽ യഹൂദ പുരുഷന്മാരൊക്കെ യെരുശലേമിൽ വരുമായിരുന്നു. അതാണോ അല്ലയോ എന്നറിയാൻ നമ്മൾ തിരുവെഴുത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പുറപ്പാട് പുസ്തകം നമ്മളൊന്ന് നോക്കണം. പുറപ്പാട് പുസ്തകം അതിന്റെ 23:17 വാക്യം, 23:17 ഇങ്ങനെ പറയുന്നത്: സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ആണുങ്ങളെല്ലാം കർത്താവായ യഹോവയുടെ മുമ്പാകെ വരണം. എത്ര പ്രാവശ്യം? സംവത്സരത്തിൽ 3 പ്രാവശ്യം. ആരൊക്കെയാ? നിങ്ങളുടെ ആണുങ്ങളെല്ലാം യഹോവയുടെ മുൻപാകെ വരണമെന്ന്. ഇനി എന്നൊക്കെയാ വരേണ്ടിയെന്നുള്ളത് ആവർത്തന പുസ്തകത്തിനകത്ത് നോക്കാം. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്: നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നദ്ധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നദ്ധിയിൽ വെറും കൈയായി വരരുത്. മനസ്സിലായോ ഏതൊക്കെ 3 ഉത്സവങ്ങൾ? ആ 3 ഉത്സവങ്ങളുടെ പേരാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള് അവിടെ പെസഹ എന്ന് പറയാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ചിലപ്പോൾ 2 ഉത്സവങ്ങളെ ക്ലബായിട്ട് പഠിക്കാറുണ്ടെന്ന്. അത് പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് അതിന് 2ഉം കൂടി ചേർത്ത് ഒറ്റയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെസഹ ഇതിനോട് ചേർന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, 2 വാരോത്സവം അല്ലെങ്കിൽ ദ ഫീസ്റ്റ് ഓഫ് പെൻഡക്കോസ്റ്റ്, അടുത്തത് കൂടാര പെരുന്നാള്, ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. ഈ 3 പെരുന്നാളില് ആര് വരണം? ഈ പുരുഷന്മാരൊക്കെ യെരുശലേമിൽ വരണം. അപ്പൊ നിങ്ങൾ നോക്കിക്കുക. അപ്പൊ ഈ ഞാനപ്പോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ തുടങ്ങിയതേ ഉള്ളൂ. ആദ്യത്തെ 13ഉം 14ഉം ബാക്കിയ ഉത്സവത്തെ കുറിച്ചാണ് പറയുന്നത്, യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിനെ കുറിച്ച്. അപ്പൊ ഈ ഉത്സവത്തിന്റെ അതിന്റെ ഒരു മൂർധന്യാവസ്ഥ നിങ്ങൾ നോക്കണം. അതിന്റെ ഒരു ക്ലൈമാക്സ്, ഉത്സവം വരുന്ന ദിവസം ഇപ്പൊ യെരുശലേമിലെ ജനസംഖ്യ എല്ലാം അതിന്റെ സാധാരണ നിലയിൽ നിന്നൊരു 10,00,000-ത്തിലധികം പേരങ്ങ് വർദ്ധിക്കും. നിയർലി 1 മില്യൺ. കാരണം അത്ര ജനക്കൂട്ടമാണ് ഈ ഉത്സവത്തിന്റെ സമയത്ത്. ആൾക്കാരെല്ലാം പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. വിശാലമായ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന്, റോമൻ സാമ്രാജ്യം നിങ്ങൾക്കറിയാം, അന്ന് ലോകത്തിന്റെ നല്ലൊരു ഭാഗം റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഈ റോമൻ സാമ്രാജ്യത്തിൽ പല സ്ഥലത്ത് ചിതറിക്കിടക്കുന്ന യഹൂദന്മാരൊക്കെ ഈ യെരുശലേമിൽ വരും. എന്നാൽ ഈ സാമ്രാജ്യത്തിന് പുറത്തുനിന്ന് പോലും ഇവിടെ വന്ന് ചേരുമായിരുന്നു. നമുക്കറിയാം, എത്യോപ്യയിൽ നിന്ന് വന്ന ഷണ്ണനെ കുറിച്ചൊക്കെ തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്ന് ജെന്റൈൽസും യഹൂദന്മാരും ഒക്കെ ഈ യെരുശലേമിൽ വരുമായിരുന്നു. അപ്പൊ ആ വരുന്ന തീർത്ഥാടകരിൽ
ഓരോരുത്തരും യാഗങ്ങൾ അർപ്പിക്കണം. യാഗവസ്തുവുമായിട്ടൊക്കെയാണ് വരുന്നത്. അതിന് അനവധി മൃഗങ്ങളുടെ ആവശ്യമുണ്ട്. അവരിൽ പലരും ഈ മൃഗങ്ങളെ കൊണ്ട് വളരെ ദൂരെ നിന്നൊക്കെ സഞ്ചരിച്ചു വരുന്നവരുമുണ്ട്. എന്നാൽ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു മൃഗത്തെ ദൂരെ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എത്ര വലുതാണ്, അല്ലേ? അടുത്തു നിന്നൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്നാൽ ഒരു രാജ്യം കടന്നൊക്കെയാണ് വരുന്നെങ്കിൽ ഈ മൃഗത്തിന് പലതും കേടുപാടുകൾ സംഭവിക്കാം, മുറിവുകൾ സംഭവിക്കാം, ക്ഷീണം സംഭവിക്കാം, മറ്റു രോഗങ്ങൾ പിടിപെടാം. ഇങ്ങനെയൊക്കെയുണ്ട്. എന്നാൽ ഇവിടെ വരുമ്പോൾ രോഗമായ മൃഗത്തെ ഒട്ട് അറക്കാനും പറ്റത്തില്ല. അപ്പൊ ഇതിൻ്റെതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഈ യെരുശലേമിൽ തന്നെ ഇതിന് അവൈലബിലിറ്റി കൊടുക്കുമായിരുന്നു, അല്ലേ? അപ്പൊ ദൈവത്തിന് സമർപ്പിക്കുന്ന മൃഗങ്ങൾ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ പാലിക്കണം. ഈ മൃഗത്തെയൊക്കെ അറക്കണമെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ചില റൂൾസ് ഉണ്ട്. ഈ മൃഗം എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെ. ഈ മൃഗത്തിന് രോഗം വരാൻ പാടില്ല, ഇതിന് പരിക്കേൽക്കാൻ പാടില്ല, മുറിവുകൾ ഉണ്ടാകാൻ പാടില്ല, വൈകല്യം ഉണ്ടാകാൻ പാടില്ല, കയ്യോ കാലോ ഒടിയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ചില റൂൾസ് ഉണ്ടായിരുന്നു അക്കോർഡിംഗ് ടു ദ ലോ. അപ്പൊ നിങ്ങൾക്കറിയാം, ഇത്രയും ദൂരെ നിന്ന് യാത്ര വരുമ്പോൾ ഈ മൃഗത്തിനൊക്കെ മുറിവുകൾ സംഭവിക്കാൻ വളരെ സാധ്യത. ഇന്നത്തെ അത്ര കംഫോർട്ടബിൾ ട്രാവൽ അല്ല അന്ന്. ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. അപ്പൊ ഈ പോരായ്മ വരുന്ന മൃഗത്തെ ഇവിടെ വരുമ്പോഴായിരിക്കും പോരായ്മ കാണുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മൃഗമായിരുന്നു. ഇവിടെ വരുമ്പോൾ ഇത്ര ദൂരെ യാത്ര ചെയ്ത് ഇതിന് വന്നിട്ടുള്ള മുറിവുകളൊക്കെ കാണുമ്പോൾ ലേവ്യ പുരോഹിതന്മാർ പറയും, ദിസ് ഇസ് റിജക്റ്റഡ്. അപ്പൊ അവർ ഇത്രയും മെനക്കെട്ടതെല്ലാം വെറുതെയാവും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വേണ്ടുന്ന മൃഗത്തെ യെരുശലേമിൽ തന്നെ അവൈലബിലിറ്റി കൊടുക്കാൻ വേണ്ടി, അവർക്ക് ലഭ്യത കൊടുക്കാൻ വേണ്ടി അവിടെയുള്ള പള്ളി കമ്മിറ്റി തീരുമാനിച്ചു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ മൃഗത്തെ വിൽക്കുന്നത് ഒരു പാപമാണെന്ന് ഇവിടെ പറയുന്നില്ല, ഒരു തെറ്റാണെന്ന് ഇവിടെ കാണുന്നില്ല. നമ്മൾ വായിച്ച 13ഉം 14ഉം വാക്യമാണ്. അവിടെ കാള, ആട്, പ്രാവ് ഇതൊക്കെ വിൽക്കുന്നുണ്ട്. ഈ വിൽക്കുന്നത് ഒരു തെറ്റല്ല. ഇതെന്തിനാ വിൽക്കുന്നേ? ഇങ്ങനെ വരുന്ന തീർത്ഥാടകർക്ക്, ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ യാഗം കഴിക്കാൻ വേണ്ടിയാണ് ഇത് അവൈലബിലിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ അത് തെറ്റല്ല. മനസ്സിലായോ? അപ്പൊ മാത്രമല്ല, ഓരോരുത്തരും വ്യത്യസ്തമായ യാഗമായിരുന്നു അർപ്പിച്ചുകൊണ്ടിരുന്നത്. പണക്കാർ ചിലപ്പം കാളയായിരിക്കും, അതിന്റെ കുറച്ചുകൂടെ താഴെ മിഡിൽ ലെവലിലുള്ളവർ ചിലപ്പം ആടിനെ ആയിരിക്കും, അതിനേക്കാൾ തീരെ പാവപ്പെട്ടവര് പ്രാവിനെയും കുറുംപ്രാവിനെയും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ രീതിയിലാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ലേവ്യ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ലേവ്യ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ആട്ടിൻകുട്ടിക്ക് അവന് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ 2 കുറുംപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം. മനസ്സിലായോ? അപ്പം ഈ യാഗ അർപ്പണം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ പണത്തിനനുസരിച്ച് അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്കറിയാം, ഈ കർത്താവിന്റെ മാതാപിതാക്കള് യാഗം അർപ്പിക്കാൻ പോയപ്പോൾ കുറുംപ്രാവുമായിട്ടൊക്കെ ചെന്ന്. അപ്പൊ നമുക്കറിയാം, യേശു കർത്താവിന്റെ കുടുംബം തന്നെ ഒരു ദരിദ്ര കുടുംബമായിരുന്നു, അല്ലെ? ആ ലൂക്കോസ് 2:24 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുംപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി എന്നാ പറയുന്നത്. ഒരു സാധാരണക്കാരിൽ പോലും പറയാൻ പറ്റാത്ത ഒരു ദരിദ്ര കുടുംബത്തിൽ യേശു കർത്താവ് ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ പല എക്കണോമിക് സ്റ്റാറ്റസിൽ ആരാധിച്ചവരുണ്ടായിരുന്നു, യാഗം അർപ്പിച്ചവരുണ്ടായിരുന്നു. ഇനി അപ്പം ഒരു കാര്യം മനസ്സിലായോ? ഈ മൃഗത്തെ അവിടെ യാഗം അർപ്പിക്കുന്നത്, മൃഗത്തെ വിൽക്കുന്നത് എന്തല്ല, തെറ്റായിട്ടല്ല ഇവിടെ കാണുന്നത്. ഇനി അടുത്തത് അവിടെ നമ്മളെ കാണേണ്ട മറ്റൊരു കാര്യം, അവിടെ വിൽക്കുന്നവരെയും പൊൻവാണിഭക്കാരെയും ദേവാലയത്തിൽ ഉണ്ടായിരുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. പൊൻവാണിഭക്കാർ എന്താണ്? ദ മണി ചേഞ്ചേഴ്സ്. ഈ ദൂരെ നിന്ന് വരുന്ന യാത്രക്കാരുടെ പല വിധത്തിലുള്ള കറൻസി കോയിൻസ് ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, അതൊക്കെ സ്വാഭാവികം. പല രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ കറൻസി ഒക്കെ ആയിരിക്കും അവരുടെ കയ്യിലിരിക്കുന്നത്. അവർ പല ദേശങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരുടെ കയ്യിലും ഒരേ കോയിൻസ് അല്ല, ഒരേ കറൻസി അല്ല.
അപ്പൊ അവരുടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ മണി ചേഞ്ചേഴ്സ് ഇവിടെ ഇരുന്നിരുന്നത്. നമുക്കിന്ന് എക്സ്ചേഞ്ച് ഉള്ളതുപോലെ അന്ന് അവിടെ ഈ പൊൻവാണിഭക്കാരുണ്ടായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കറൻസി മാറ്റി കൊടുക്കാൻ വേണ്ടി ഈ ദേവാലയത്തിൽ അടയ്ക്കേണ്ടത് ഒരു പ്രത്യേക കറൻസിയാണ്. അപ്പൊ ഓരോ യഹൂദ പുരുഷനും വർഷം തോറും ആവശ്യപ്പെടുന്ന ദേവാലയ നികുതി അടയ്ക്കണമായിരുന്നു. അത് പ്രത്യേക കറൻസിയാണ്. ആ കറൻസിയുടെ പേര് ടൈറിയൻ ഷെക്കേൽ എന്നാണ്. ടൈറിയൻ ഷെക്കേൽ. അത് സിൽവർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ റോമൻ കറൻസി പലപ്പോഴും അത് എടുക്കാറില്ല. അതിന് ഒരു കാരണം അവർ പറയുന്നത്, റോമൻ കറൻസിയിൽ സീസറിന്റെ ചിത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സീസറിന്റെ ചിത്രം ഉള്ളത് കൊണ്ട് അത് വിഗ്രഹാരാധനയായി കണക്കാക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആ കറൻസി ഉപയോഗിക്കാറില്ല പലപ്പോഴും. മനസ്സിലായോ? അതുകൊണ്ട് ആ ഒരു കറൻസി വെച്ച് നികുതി എടുക്കാറില്ല. അപ്പൊ അതിന് പകരമായിട്ടാണ് ഈ ടൈറിയൻ ഷെക്കേൽ. അവർക്ക് പണം കൈമാറ്റം ചെയ്ത് മണി എക്സ്ചേഞ്ചർമാരായിരുന്നു ഇത് കൺവേർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കോയിൻസിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ടൈറിയൻ ഷെക്കേൽ എന്ന് പറയുന്നത് ഇത് സിൽവർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സിൽവർ കോയിൻസ് ആണ്. ഇതിനൊരു 14 ഗ്രാം തൂക്കമുണ്ട് ഈ കോയിൻസിന്റെ. 14 ഗ്രാം. ഇത് ഇത്രയും വാല്യൂ ആകാൻ കാര്യം ഇതിനകത്ത് സിൽവർ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. അറൌണ്ട് 94 to 97% പ്യുവർ സിൽവർ. അപ്പൊ ഈ കോയിനാണ് പെർമനന്റ് ആയിട്ട് ദേവാലയത്തിന്റെ നികുതിക്ക് വേണ്ടി എക്സ്ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദേവാലയത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വേറൊരു കറൻസി എടുക്കാറില്ല. എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, സീസറിന്റെ കോയിൻസ് അല്ലെങ്കിൽ റോമൻ കറൻസി എടുക്കാത്തത് സീസറിന്റെ പടം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അത് തന്നെ അതിന്റെ ഒരു ജെനുവിൻ റീസൺ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ടൈറിയൻ കറൻസിയിലും ഈ കോയിൻസിനകത്തും പേഗൻ ഗോഡ്സിന്റെ പടമുണ്ട്, അല്ലെങ്കിൽ ഈ ഈഗിൾസിന്റെ പടം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എടുക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം ഇതിന്റെ വാല്യൂ ആണ്. സിൽവർ ക്വാണ്ടിറ്റിയും സിൽവർ ക്വാളിറ്റിയെയും ഉദ്ദേശിച്ചാണ് ഇത്. കാരണം അന്ന് സ്വർണത്തെക്കാളും വില സിൽവറിനായിരുന്നു. മനസ്സിലായി? അതുകൊണ്ടാണ് ആ കറൻസി അവർ ചൂസ് ചെയ്തത്. അതുകൊണ്ട് സീസറിന്റെ പടം ഉള്ളത് കൊണ്ടാണ് റോമൻ കറൻസി എടുക്കാത്തതെന്ന് പറയുന്നത് ഒരു 100% അതിനൊരു ജെനുവിൻ ആൻസർ, ഓരോരോ ഗ്രൂപ്പിന്റെ കാഴ്ചപ്പാടായിരിക്കും അത്. പക്ഷെ ഈ കറൻസി എടുക്കാൻ മെയിൻ കാരണം ഇതിന്റെ സിൽവർ ക്വാളിറ്റിയാണ്. അപ്പൊ പലരും പല വിധത്തിലുള്ള കറൻസി കൊണ്ടുവരുമ്പോൾ അവർ ഈ സിൽവർ കറൻസിയുമായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് മണി ചേഞ്ചേഴ്സ് ഇരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മണി എക്സ്ചേഞ്ചേഴ്സും ഒരു തെറ്റല്ല. ആദ്യം ഞാൻ എന്താ പറഞ്ഞത്? ഈ ആടിനെയും പശുവിനെയും മൃഗത്തെയും ഒക്കെ വിൽക്കുന്നത് എന്തല്ല, ഈ കൺസെപ്റ്റില് തെറ്റല്ല. കാരണം അത് നീഡഡ് ആയിരുന്നു, അത് ആവശ്യമായിരുന്നു. അതുപോലെ തന്നെയാണ് ദേവാലയത്തിൽ എന്തായാലും പണം ആവശ്യമുണ്ടേ, പണം വേണം, പണം അടച്ചേ പറ്റൂ. പലരും പൈസ കൊണ്ടിരുന്നത് കറൻസി ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യാനാണ് എക്സ്ചേഞ്ചേഴ്സ് ഇരിക്കുന്നത്. അപ്പം അവർ ചെയ്യുന്ന ശുശ്രൂഷ എന്തല്ല, ആ ഒരു ശുശ്രൂഷ നീഡഡ് ആണ്, തെറ്റല്ല. ഇനിയും മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാൻ, ടെമ്പിൾ ടാക്സ് ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ദേവാലയത്തിൽ അടയ്ക്കാനുള്ള നികുതി. ഈ ടെമ്പിൾ ടാക്സ് എന്നുള്ളത് നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പുരുഷനും ഹാഫ് ഷെക്കേല്, അര ഷെക്കേല് വെച്ച് ഈ ടെമ്പിളിന് ടാക്സ് അടയ്ക്കണം. അത് എവിടാ മനസ്സിലാക്കുന്നത്? പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യത്തിലാണ് അവിടെ കാണുന്നത്. ഞാൻ കുറച്ച് ഭാഗം മാത്രം അവിടെ നിന്ന് വായിക്കാം. അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അര ശെക്കേൽ കൊടുക്കണം. മനസ്സിലായി? ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. 11 മുതൽ 16 വരെയുള്ള ഭാഗം. ഓരോ പുരുഷന്മാരും എന്ത് ചെയ്യണം? അര ശെക്കേൽ വെച്ച് ടെമ്പിൾ ടാക്സ് അടയ്ക്കണം. ടെമ്പിൾ ടാക്സ്. ഈ പൈസ ദേവാലയത്തിലെ ആവശ്യത്തിന് വേണ്ടിയും അവിടുത്തെ ആരാധനയുടെ സാമഗ്രികൾ മേടിക്കാനും ഒക്കെ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയാ. അപ്പൊ ആ ടെമ്പിൾ ടാക്സും കളക്ട് ചെയ്യുന്നത് ഈ മണി എക്സ്ചേഞ്ചേഴ്സ് ആയിരുന്നു, ഈ മണി ചേഞ്ചേഴ്സ് ആയിരുന്നു. അവരുടെ തന്നെയാണ് ഇത് സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പം പലരും പല കറൻസിയുമായിട്ട് വരുമ്പോൾ ഇത് അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് അവിടെ എക്സ്ചേഞ്ച് ചെയ്ത്, അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് അവരുടെ കമ്മീഷൻ ഉണ്ട്. അപ്പം ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സും കൂടെയാണ്.
അതിൽ നിന്ന് ന്യായമായി ചെയ്യുന്ന ഈ ഒരു തൊഴിലിനകത്തൊരു തെറ്റുണ്ടെന്ന് ബൈബിള് പറയുന്നില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കുള്ള പ്രശ്നം എവിടെയായിരുന്നു? വേർ ഇസ് ദ അൾട്ടിമേറ്റ് പ്രോബ്ലം? പ്രശ്നം അവര് ചെയ്യുന്ന ആ സർവീസിനകത്തായിരുന്നു. എന്തായിരുന്നു അവരുടെ സർവീസ് എന്നറിയാമോ? ഒന്ന്, അവര് നടത്തിയിരുന്ന ആ സ്ഥലം, അവരാ കച്ചവടം നടത്തിയിരുന്ന സ്ഥലവും, രണ്ട്, അവരത് എങ്ങനെ ചെയ്തു എന്നതുമായിരുന്നു വിഷയം. ഞാൻ സർവീസ് എന്ന് ഉദ്ദേശിച്ചത് ജെനുവിൻ സർവീസിനെ കുറിച്ചല്ല, അവരേത് രീതിയിൽ ആ സർവീസ് ചെയ്തു എന്നുള്ളതിനകത്തായിരുന്നു പ്രശ്നം. എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ആ സേവനം ചൂഷണം ചെയ്തതിനാലാണ് യേശു അവരെ ശകാരിച്ചത്. മനസ്സിലായോ? എക്സ്പ്ലോയിറ്റ് ചെയ്തു. അവിടെയാണ് കർത്താവിന് ദേഷ്യം വന്നത്. ആ ആലയത്തെ അവരെന്താക്കി മാറ്റി എന്നതാണ് അവിടുത്തെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാനും ദൈവത്തെ അന്വേഷിക്കാനും അനുവാദമുള്ള ദേവാലയത്തിലെ ഏക പ്രദേശം, ഏക സ്ഥലം, വിജാതിയരുടെ സ്ഥലം എന്ന് പറയുന്ന കോർട്ട് ഓഫ് ജെന്റൈൽസ്, അവരതിനെ വാണിഭ കേന്ദ്രമാക്കി മാറ്റി. നോക്കുന്നിടത്തെല്ലാം കച്ചവടക്കാരാ. പുറത്തു നിന്ന് വരുന്നവർക്ക് അല്ലെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ അവർ രൂപകൽപ്പന ചെയ്ത ദേവാലയത്തിലെ ഓരോ ഇടങ്ങളും ഇപ്പോൾ അവിടോട്ട് ചെന്നു കഴിഞ്ഞാൽ ശബ്ദ കോലാഹലങ്ങളാണ്. കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുക. അനവധി ബിസിനസ് സെന്റേഴ്സ് ആക്കി മാറ്റിയിരിക്കുക. ചെല്ലുന്നിടത്ത് മുഴുവനും മേശകളിട്ട് മൃഗങ്ങളുടെയും പക്ഷികളുടെയും പൊൻവാണിഭക്കാരുടെ മേശങ്ങളിട്ട് മുഴുവൻ ഒരു കോലാഹലമാക്കി മാറ്റി. ആരാധനയേക്കാൾ അവർ സ്ഥാനം മറ്റൊന്നിനോ കൊടുത്തു, ബിസിനസ്സിന് കൊടുക്കുകയാണ്. അതായിരുന്നു അവിടുത്തെ പ്രശ്നം. ഇനി മറ്റൊരു പ്രശ്നം അവിടെ നമ്മൾ കാണുന്നത് ഈ മൃഗത്തിന്റെ വിൽപ്പനയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, മൃഗം ഈ ആടിനെയും ഈ ചെമ്മരിയാടിനെയും പശുവിനെയും ഈ പ്രാവിനെയും ഒക്കെ വിൽക്കുന്നതല്ല തെറ്റ്. പക്ഷെ അവരെങ്ങനെ വിറ്റു എന്നുള്ളതാ. ഈ തീർത്ഥാടകർക്ക് ഞാൻ മുമ്പേ പറഞ്ഞു, ഈ യാഗം അർപ്പിക്കാൻ അംഗീകൃത മൃഗങ്ങളായിരുന്നു ആവശ്യം. എന്ന് പറഞ്ഞാൽ അറ്റസ്റ്റ് ചെയ്ത, അപ്രൂവ് ചെയ്ത, അവരൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ യാഗം അർപ്പിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ പോയി ഇതിന് ടെസ്റ്റ് ചെയ്യും മൃഗത്തെ ഓക്കെ ആണോ എന്ന്. ദേവാലയത്തിലെ ആൾക്കാർ പരിശോധിച്ച് അംഗീകരിക്കണം. ഇതിനെ പാസ്സാക്കിയ മൃഗങ്ങളുണ്ട്, അതിനെ മാത്രമേ അവർ സ്വീകരിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ശരിക്കുള്ള പ്രശ്നം, അംഗീകരിച്ച ദേവാലയത്തിലെ മൃഗങ്ങളെ വിപണിയിലുള്ള വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക്, ഗണ്യമായ നിലയ്ക്ക് അവർ വിൽക്കാൻ തുടങ്ങി. അവര് വെളിയിൽ നിന്ന് കൊണ്ടിരുന്ന മൃഗത്തിന്റെ ഇരട്ടി പണത്തിന് ഇവിടെ നിന്ന് മേടിക്കേണ്ടി വന്നു. ചൂഷണം ചെയ്തു ജനത്തെ. ഇപ്പൊ സ്വന്തം മൃഗത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലോ ഇവരെന്നാ ചെയ്യും? ഈ ലേവ്യ പുരോഹിതന്മാർ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അതിന് അവിടെ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടെടുത്തിട്ട് അതിനെ റിജക്റ്റഡ്, ഡിസ്ക്വാളിഫൈ ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് ഉയർന്ന വിലയ്ക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് മേടിക്കേണ്ടി വന്നു. അപ്പൊ ഈ ജനത്തിന്റെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക. അപ്പൊ ഈ ഭക്തരായ വ്യക്തികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ ദേശം, ആ ഒരു ഇടം ഒരു വെറും വാണിജ്യ ചൂഷണ മതവ്യവസ്ഥയാക്കി മാറ്റി. ഇതാണ് പലപ്പോഴും നമ്മൾ ഇന്നീ കാണുന്ന, ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്നത്. പല സഭകളും ഇപ്പൊ ഇങ്ങനെ ആയിട്ടിരിക്കുക. സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹം. യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കാൻ വരുന്നവരെ വചനം കാണിച്ച് പേടിപ്പിച്ചും പറ്റിച്ചും കളിപ്പിച്ചും ഒക്കെ ജനത്തിന്റെ പണം പിടുങ്ങുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. എക്സ്പ്ലോയിറ്റിംഗ് ദ ചർച്ച്. കർത്താവ് ഇതിനെതിരെയാണ് ശബ്ദമുയർത്തിയത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ യേശു കർത്താവ് ഒരു തിരക്കേറിയ മാർക്കറ്റിലൂടെ വെറുതെ നടന്ന് അങ്ങോട്ട് അടുത്തതല്ല. നമ്മൾ 13-ാം വാക്യത്തിൽ വായിച്ചു, യഹൂദന്മാരുടെ പെസഹ സമീപമാക കൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയെന്ന. വെറുതെ പോയതല്ല യേശു ക്രിസ്തു. യേശു അവിടെ നടന്ന് കണ്ട് അവിടെ നടമാടിക്കൊണ്ടിരുന്ന ഒരു വ്യവസ്ഥയാണ് കണ്ടത്. ദ സിസ്റ്റം ഓഫ് ദാറ്റ് പ്ലേസ്. ആ സിസ്റ്റത്തെ കാണുകയായിരുന്നു. അവിടെ നടക്കുന്ന യാഗങ്ങള്, പ്രാർത്ഥനകൾ, ആരാധന, ഇവയൊക്കെ നടക്കേണ്ടുന്ന ദൈവാലയം ഇപ്പോൾ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന ഒരു മതത്തിന്റെ ഒരു യന്ത്രമായി മാറ്റിയിരിക്കുക. പലപ്പോഴും ദൈവകോപം ഉണ്ടാകുന്നത് എങ്ങനെ? ആരാധന സ്ഥലത്തെ ബിസിനസ് ഏരിയ ആക്കി മാറ്റും.
ആരാധന സ്ഥലത്തെ ദൈവകോപത്തിന്റെ ഇടയാക്കി മാറ്റുകയാണ്. അവിടെയാണ് ദൈവിക ന്യായവിധി വെളിപ്പെടുന്നത്. വിജാതിയർക്ക് പ്രാർത്ഥിക്കാൻ വന്നു വരേണ്ട സ്ഥലം അവർക്ക് വിട്ടുകൊടുത്ത ആ പുറമുറ്റം, അല്ലെങ്കിൽ ദ കോർട്ട് ഓഫ് ജെന്റൈൽസ്, ഒരങ്ങാടിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അതാണ് യേശു അവിടെ കണ്ട ഒരു തിന്മയെന്ന് പറഞ്ഞത്. യേശു കർത്താവ് ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ രോഷാകുലനായത്, അതിന് കാരണമായത് ഈ സംഭവമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണയം തൂകിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തിലേക്ക് കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ ഈ ബൈബിൾ വാക്യങ്ങളൊക്കെ നേരത്തെ റെഫർ ചെയ്ത് വരുവാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിൽ അത് ആഴ്ന്നിറങ്ങുവാനിടയായിത്തീരും. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് എന്തിനാണ് കോപിച്ചത്? എന്തിനാണ് യേശു കർത്താവ് കോപിച്ചത്? സ്നേഹവാനായ യേശുവിന് കോപിക്കാൻ പറ്റുമോ? നമ്മൾ പലരും ചോദിക്കുന്ന, ഡയറക്റ്റ് ചോദിച്ചില്ലേലും ചിന്തിക്കുന്ന ഒരു ചോദ്യം തന്നെ അല്ലേ? അങ്ങനെ ഒരു സമൂഹത്തിലാണ് വന്ന് നിൽക്കുന്നത്. യേശുവിന് ഇങ്ങനെയൊക്കെ കോപിക്കാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെ വൈകാരികമായി പൊട്ടിത്തെറിക്കാൻ പറ്റുമോ? അതോ ഇനി ഇത് നീതിയുക്തമായ ഒരു കോപമാണോ? നമ്മൾ 15-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധാപൂർവം നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കിയെന്ന്, അല്ലേ? അപ്പൊ ഇതൊരു ആവേശകരമായ ഒരു പ്രവൃത്തി അല്ലായിരുന്നു, പെട്ടെന്ന് ചെയ്തൊന്നും അല്ലായിരുന്നു. ഒരു ചമ്മട്ടി ഉണ്ടാക്കാനൊക്കെ സമയമെടുക്കും. കയറുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, സമയമെടുക്കും. അപ്പൊ നിങ്ങൾ അവിടുത്തെ പശ്ചാത്തലം മനസ്സിലാക്കണം. യേശു അവിടെ ശാന്തമായി ദേവാലയത്തിന്റെ പരിസരത്തിൽ കൂടിയൊക്കെ നടന്നു. അവിടെ നടമാടുന്ന എല്ലാ സാഹചര്യവും ഒക്കെ ഇരുന്നും നടന്നും ഒക്കെ നന്നായിട്ട് കണ്ടു കർത്താവ്. ആ സമയം കൊണ്ടൊക്കെ തന്നെ യേശു ആ കയർ പിരിച്ചുണ്ടാക്കുമായിരിക്കും, ആ ചമ്മട്ടി, അല്ലെങ്കിൽ ആ ഒരു ചാട്ടവാർ, അല്ലെങ്കിൽ ചമ്മട്ടി, അതെങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ യേശു കർത്താവ് അവിടെ ഒരു നടപടി എടുത്തത് മനഃപൂർവ്വമായിട്ടാണ്. ആ കർശന നടപടി എടുത്തത്. കുറെ നേരം അവിടെ എല്ലാം ചുറ്റിക്കണ്ടു. അല്ലാതെ യേശു കർത്താവ് പെട്ടെന്ന് ഒരു മാനസിക നിയന്ത്രണം തെറ്റി ദേഷ്യപ്പെട്ടതല്ല. താൻ എന്താണ് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പൂർണ്ണ അവബോധം കർത്താവിന് നന്നായിട്ടുണ്ടായിരുന്നു. താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നല്ല വ്യക്തമായ ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. അല്ലാതെ ഈ പാപം ചെയ്യാനുള്ള കോപമല്ല. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ 5-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. അപ്പൊ പാപം ചെയ്യാനുള്ള കോപവുമുണ്ട്, നീതിയുക്തമായ കോപവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 2 രീതിയിലുള്ള കോപം. യേശുവിനെ നമ്മളിവിടെ കാണുന്നത് നീതിയുക്തമായ കോപത്തിലാണ്. റൈച്ചസ് ആങ്കർ. എന്താണ് നീതിയുക്തമായ കോപം? അതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചിലർ വിചാരിക്കും യേശു കർത്താവ് പാപം ചെയ്തോന്ന്. നാം പലപ്പോഴും കോപത്തെ ഈ പാപം എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? കോപം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഗണത്തിലാണ്. എന്നാൽ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് അത് തള്ളി പറയാൻ പറ്റത്തില്ല. അപ്പൊ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ പാപപൂർണമായ കോപവുമുണ്ട്, നീതിയുക്തമായ കോപവുമുണ്ട്. ഇവ തമ്മിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം. പാപപൂർണമായ കോപം എന്തായിരിക്കും? അത് എപ്പോഴും സ്വാർത്ഥതയായിരിക്കും, അല്ലെ? സ്വന്തം കാര്യത്തിന് വേണ്ടിയായിരിക്കും. മറ്റുള്ളവരെ തകർക്കണം, ഒരു മനസാക്ഷി ഇല്ലാതെ മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഇടപെടുക, വേറൊരാളെ മുറിപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഒരു മെന്റാലിറ്റിയോട് പ്രവർത്തിക്കുന്നതാണ് പാപത്തിന്റെ ഗണത്തിൽ വരുന്നത്. എന്നാൽ നീതിയുക്തമായ കോപം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം സ്നേഹമാണ്, ദൈവസ്നേഹമാണ്. അത് അനീതിക്കെതിരെയാണ് ശബ്ദമുയർത്തുന്നത്, അത് നിരാലംബർക്കെതിരെയാണ് ശബ്ദമുയർത്തുന്നത്, അത് അശരണർക്കെതിരെയാണ് ശബ്ദമുയർത്തുന്നത്, അവർക്ക് വേണ്ടിയാണ് പ്രതിരോധമായി നിൽക്കുന്നത്.
ഇപ്പൊ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുട്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ ആ തെറ്റ് ചെയ്യുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്നത് നീതിയുക്തമായ കോപമാണെങ്കിൽ നിങ്ങൾ ശരിയുടെ പക്ഷത്താ, അല്ലേ? ഇപ്പൊ ഒരു വിധവയുടെ സമ്പാദ്യത്തിൽ ഒരാൾ ചൂഷണം ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അപ്പം അവളെ ചൂഷണം ചെയ്യുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രതികാരമുണ്ട്, കോപത്തോട്. നീതിയുക്തമായ കോപമാണത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിയുടെ പക്ഷത്താണ്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന ആൾക്കാരെ ചൂഷണം ചെയ്യുക, അവരെ അനാവശ്യ കാര്യങ്ങൾ ചുമത്തി അവരുടെ ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഇതാണ് ഈ പരീക്ഷ സമൂഹത്തോട് യേശുവിന് തോന്നിയ ദേഷ്യം. ഏറ്റവും വില കുറഞ്ഞ ബലിമൃഗമായ പ്രാവുകളെ മാത്രം താങ്ങാൻ കഴിവുള്ള സാധാരണക്കാരുണ്ട്, അല്ലെ? പാവപ്പെട്ട തീർത്ഥാടകർ. അവർ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ വേണ്ടി ഉയർന്ന വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്നും ഒക്കെ കടം മേടിച്ച് പലപ്പോഴും ഇവരുടെ ചൂഷണം മൂലം തിരിച്ച് വീട്ടിൽ പോകാൻ പോലും വണ്ടിക്കൂലി ഇല്ലാതെ, ഒന്നും നല്ലതായിട്ട് ആരാധിക്കാൻ പറ്റാതെ. നിങ്ങൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കണം. എത്രയോ പേരെ അവർ പറഞ്ഞു വിട്ട് കാണും, യാഗം കഴിപ്പിക്കാതെ. നിന്റെ പൈസ ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ഉള്ള പൈസ ഉണ്ടെങ്കിൽ ഇത് മേടിച്ചാൽ മതി. പലരും നിരാശയോട് കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഒരു പ്രാവിനെ പോലും അർപ്പിക്കാൻ കഴിവില്ലാതെ കണ്ണീരോട് ഇറങ്ങിപ്പോകുന്ന പലരും കാണും. ഇത്രയും ദൂരം ഈ മലമുകളിൽ വരെ വലിഞ്ഞു കയറിയിട്ട് ആരാധിക്കാൻ പറ്റാതെ നിരാശയോടെ കടന്നുപോയ ഒരു സമൂഹം. ഇപ്പൊ ദൈവത്തെ ആരാധിക്കാൻ വളരെ ദൂരം സഞ്ചരിച്ചു വന്ന വിജാതിയർക്ക് പ്രാർത്ഥിക്കാൻ ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ ലഭിച്ചിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവിടുത്തെ ആ പ്രാകാരം മുഴുവൻ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ടും പൂർണ്ണമായി ഒരു വാണിജ്യ കേന്ദ്രമായി മാറിയിരിക്കുക, ഒരു ബിസിനസ് സെന്ററായി മാറി. അവരുടെ ഈ പ്രവൃത്തി കണ്ടപ്പോഴാണ് യേശു കോപിച്ചത്. അതിനാണ് ഈ നീതിയുക്തമായ കോപം എന്ന് പറയുന്നത്, നീതിയുള്ള കോപം. അവിടെ കർത്താവ് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ പിതാവിന്റെ ആലയത്തെ, അവിടെ അങ്ങനെയല്ലേ പറയുന്നത്? ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത്. നോക്കണം, മൈ ഫാദേഴ്സ് ഹൗസ്, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത്. ഈ വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് അവിടെ വെറുതെ പിതാവിന്റെ ആലയം എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം എന്നും അല്ല പറഞ്ഞത്. യേശു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധേയമാണ്. എന്റെ പിതാവിന്റെ ആലയം. ആ എന്റെ എന്നുള്ള പിതാവിന്റെ ആലയത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വാണിഭശാലയാക്കരുത്. അപ്പൊ ഒരു പുണ്യ സ്ഥലത്തെ സംരക്ഷിക്കുന്ന ഒരു ഭക്തനായ ആരാധകന്റെ ഭാഷയല്ല ഇത്. പ്രത്യുത സ്വന്തം കുടുംബത്തിന്റെ സ്വത്തുകൾ ദുരുപയോഗം ചെയ്യുന്ന ചില ആളുകളെ നേരിടുന്ന ഉടമയുടെ മകന്റെ ഭാഷയാണ്. മനസ്സിലായോ? ഒരു ഭക്തന് സാധാരണ ഒരു ആരാധനാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ചർച്ച ആണെന്നുള്ള ഒരു വിചാരത്തില് അവിടെ വരുന്ന സ്തോത്രം ആൾക്കാരോട് ഇടപെടുന്ന ഒരു രീതിയുണ്ട്, അല്ലേ? നീ ഇവിടെ അടങ്ങിയിരിക്കട, അല്ലെങ്കിൽ ഇത് ശരിയല്ലടാ എന്നൊക്കെ പറഞ്ഞ് അവനെ ശാസിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലല്ല കർത്താവ് ഇത് ചെയ്തത്. നമ്മൾ പലപ്പോഴും ഏതെങ്കിലും കൺവെൻഷന് പോയാലോ, നമ്മുടെ സഭകളുടെ ഒരു വിഷയം വന്നാലോ, ഏതെങ്കിലും പിള്ളേർ അവിടെ കുരുത്തക്കേട് കാണിച്ച് നമ്മൾ വഴക്ക് പറയും, അല്ലേ? ആ രീതിയിലല്ല ഇവിടെ ചെയ്തത്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്ന ചില ആളുകളെ നേരിടുന്ന ഒരു ഉടമയുടെ മകൻ, അല്ലെ? ഇപ്പം എന്റെ സ്വന്തം ഭവനമാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ സ്വന്തം ആലയമാണെങ്കിൽ, അവിടെ നടക്കുന്ന ഒരു ദുരുപയോഗത്തെ ഞാൻ ശാസിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ആ ഒരു ബോധ്യത്തോടെ എന്റേതാണെന്നുള്ള ചിന്തയിൽ കർത്താവ് ഇടപെടുകയാണ്. അപ്പൊ മറ്റ് തീർത്ഥാടകരെ പോലെ യേശുവും ഒരു തീർത്ഥാടകനെ പോലെ അവിടെ കണ്ട അനീതിയിൽ കോപിതനായതല്ല. മനസ്സിലായോ? അവൻ തന്റെ പിതാവിന്റെ ഭവനത്തിന്റെ യഥാർത്ഥ അവകാശി. ആ അവകാശത്തിൽ ക്രമക്കേട് കണ്ടപ്പോൾ തന്റെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് വീടിന്റെ അവകാശിയായി പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായി അവിടുന്ന്? അവനാണ് ആ വീടിന്റെ അവകാശി. ഈസ് ദ ഹയർ അപ്പാരന്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ വീടിന്റെ അവകാശി. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പിതാവിന് 1 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ വിദേശത്തായിരിക്കാം. ആ 1 ഏക്കർ സ്ഥലം പാട്ടത്തിന് വേണ്ടി കുറച്ചു പേർക്ക് പാട്ടത്തിന് കൊടുത്തു. അപ്പൊ ഈ പാട്ടത്തിന് കൊടുത്തിട്ട് കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പാട്ടത്തിന് മേടിച്ച ആൾക്കാര് അവിടെ ഡ്രഗ്സും
മറ്റ് ഇല്ലീഗൽ ആക്ടിവിറ്റീസും ചെയ്യാൻ തുടങ്ങി. അപ്പൊ അടുത്ത വെക്കേഷന് വന്ന മകൻ കണ്ടപ്പോൾ സ്വന്തം അപ്പന്റെ ഈ 1 ഏക്കർ ലാൻഡില് ഇവിടെ നടക്കുന്ന ഈ മിസ്യൂസ് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ലീഗൽ റൈറ്റ് എടുക്കുകയാണ്. എന്തുവാ? മകൻ എന്ന നിലയിലുള്ള നിയമത്തിന്റെ അവകാശം എടുത്തിട്ട് ഇവരെ അവരുടെ ഈ സ്ഥലത്തുനിന്ന് പുറത്താക്കുകയാണ്. ഇത് അവന്റെ അവകാശത്തിൽ ചെയ്തതാ. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. എന്റെ പിതാവിന്റെ ആലയത്തെ നിങ്ങൾ വാണിഭശാലയാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് മത നേതാക്കൾക്ക് ഉടനെ മനസ്സിലായി. അവർക്ക് മനസ്സിലായത് ഒരു അവകാശി പറയുന്ന ഒരു ശബ്ദം പോലെ അവർക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അടുത്ത വാക്യത്തിൽ അവിടെ കാണുന്നത്, 18-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ കാണുന്നത്, എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്കിങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും? മനസ്സിലായി? അതുകൊണ്ട് അവരത് ചോദിച്ചത്. കാരണം ഇവന്റെ ചോദ്യം കേട്ടപ്പോൾ ഇവന് ഇതിനോട് എന്തോ അവകാശമുള്ളതുപോലെ ചോദിക്കുന്നു. ഉടനെ അവൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി. കർത്താവ് ഇത് പറയുമ്പോൾ ഇവന്റെ ഉള്ളിലുള്ള ആ ഒരു എരിവ് എത്ര വലുതാ. പെട്ടെന്ന് അവർക്ക് പഴയ നിയമ പ്രവചനം ഓർമ്മ വന്നേ. ഇതെവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അവിടെ നമ്മൾ 17-ാം വാക്യത്തിൽ വായിക്കുന്ന, അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു എന്ന തിരുവെഴുത്തോർത്തെന്ന്. ഇത് സങ്കീർത്തനം 69-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. Psalm 69:9. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ്. ശിഷ്യന്മാർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലായി. ദൈവമേ, ഞങ്ങൾക്കില്ലാത്തൊരു എരിവാണല്ലോ ഈ കർത്താവിനുള്ളത്, അല്ലേ? അപ്പൊ അതിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ഇത് പുതിയ നിയമത്തിലേക്ക്, ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവിടെ തീഷ്ണത എന്നാ കാണിക്കുക. തീഷ്ണത അല്ലെ എരിവ്. അത് ഗ്രീക്ക് വേർഡ് സെലോസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സെലോസ് അതിന്റെ അർത്ഥമാണ് വികാരഭരിതമായ അല്ലെ അഗാധമായ ഭക്തി എന്നുള്ള അർത്ഥമാണ് സെലോസ്. അതാണ് യേശു കർത്താവിൽ കണ്ടത്. അപ്പൊ യേശു ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ശിഷ്യന്മാർക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല അതിന്റെ യഥാർത്ഥ അർത്ഥം. എന്നാൽ അവർ തിരുവെഴുത്തുകൾ വായിച്ച ഒരു ഓർമ്മയിൽ അവർക്ക് കാര്യം മനസ്സിലായി. ഇത് തിരുവെഴുത്തിനകത്ത് ഇതിനെക്കുറിച്ച് ദാവീദ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അതിന്റെ 22-ാം വാക്യം നോക്കിയാലും അതാ അവർ മനസ്സിലാക്കാൻ പറ്റുന്നത്. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റി. ഉയർപ്പിന് ശേഷം അവിടെ എന്താ വായിക്കുന്നത്? 22-ാം വാക്യത്തിൽ, അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. എപ്പോഴാ? ഉയർത്തെഴുന്നേറ്റ ശേഷം. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഉയർപ്പും കഴിഞ്ഞ് ശിഷ്യന്മാർ ഈ തിരുവെഴുത്തുകളെ ഓർക്കാൻ തുടങ്ങി, അല്ലെ? കർത്താവിന്റെ മരണവും കഴിഞ്ഞു, അടക്കം കഴിഞ്ഞു, ഉയർപ്പും കഴിഞ്ഞിട്ട് കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ കൂടെ നടന്ന എല്ലാ ഓർമ്മകൾ മനസ്സിൽ വന്നു. ഓരോന്നോരോ 1 by 1 ആയിട്ട് ഓർത്തു. യോഹന്നാൻ ഇത് മനഃപൂർവ്വമായി തന്നെ പറയുന്നത്. അക്കാലത്ത് അവർക്കത് മനസ്സിലായില്ലെന്ന് യോഹന്നാൻ തന്നെ പറയുക. അവർക്ക് അന്ന് മനസ്സിലായില്ല കർത്താവ് ചെയ്തൊക്കെ. പിന്നീട് അവർ ഓരോ സംഭവങ്ങൾ ഒത്തുചേർത്ത് മനസ്സിലാക്കി. അപ്പൊ ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു രചന രീതി. ആ സമയത്ത് ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടായതാകാം, മനസ്സിലാകാത്ത വിഷയങ്ങൾ കാണാം. എന്നാൽ പുനരുദ്ധാനത്തിന് ശേഷം മാത്രമേ ആ ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ശിഷ്യന്മാർ ഇപ്പോഴും ആ പഠനത്തിലാണ്. അവന്റെ ശിഷ്യന്മാരായ നമ്മളൊക്കെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് എപ്പോഴും ഇങ്ങനെയാ. ഇറ്റ്സ് എ പ്രോഗ്രസീവ് റെവലേഷൻ, അല്ലെങ്കിൽ പ്രോഗ്രസീവ് നോളേജ്. നമ്മൾ കർത്താവിനെ കാണുമ്പോൾ എല്ലാം അറിയുന്നില്ല. ഡേ ബൈ ഡേ ഞാൻ അവനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിത് മലാക്കി പ്രവചനം, നമ്മുടെ സമയം വളരെ മുമ്പോട്ട് പോകുന്നു. മലാക്കി പ്രവചനവും സെക്രിയ പ്രവചനവും ഒക്കെ ഇതിനെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. മലാക്കി പ്രവചനം 3-ാം അധ്യായം 1 മുതൽ 3 വരെ നിങ്ങളത് വായിച്ചാൽ മതി. അതൊന്ന് വായിക്കാൻ സമയമെടുക്കുന്നില്ല. സെക്രിയ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം, ഈ 2 ഭാഗങ്ങളും വായിക്കണം. കർത്താവ് അവിടെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ശുദ്ധീകരിക്കും. മലാക്കി 3-ന്റെ 1 മുതൽ 3 വരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മലാക്കി പ്രവാചകൻ പ്രവചിക്കുന്നത് കർത്താവ് തന്നെ തന്റെ ആലയത്തിൽ വരുമെന്നും അവന്റെ വരവ് അത്ര നല്ലതായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ശിക്ഷയ്ക്കായിട്ടാ വരുന്നതെന്നാ, സുഖകരമായിരിക്കില്ലെന്നും ലേവി പുത്രന്മാരെയൊക്കെ തീയിലൂടെ ശോധന കഴിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. സെക്രിയ പ്രവചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യഹോവയുടെ നാളിൽ
സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഇനി ഒരു വ്യാപാരിയും ഉണ്ടാകുകയില്ലെന്ന് മനസ്സിലാക്കുന്നേ, ഒരു കനാന്യനും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു. അപ്പം അതിനോട് കണക്ട് ചെയ്താണ് ഇവിടെ അതിന്റെ ഫുൾഫിൽമെന്റ് നടക്കുന്നത്. അപ്പൊ നോക്കണേ, കർത്താവിന്റെ വരവും അവന്റെ പ്രവർത്തികളും എല്ലാം റെക്കോർഡാണ്. ഒരു വലിയൊരു മിഷനിലേക്കാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. എല്ലാം ഒരു പർപ്പസ് സ്റ്റേറ്റ്മെന്റാ. കർത്താവ് പറയുന്ന ഒരു വാക്കിന് പോലും അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട്. അപ്പൊ യേശു ദേവാലയത്തിലെ വ്യാപാരികളെയൊക്കെ പുറത്താക്കുന്നത് വെറുതെ തോന്നിയ കോപത്തിന്റെ ഒരു പ്രവൃത്തിയല്ല, ചുമ്മാ അതൊരു ഇമോഷണൽ ഒരു തിങ്കിങ് അല്ല. കർത്താവ് തന്റെ ആലയത്തിൽ വരുമ്പോൾ അതിനെ ശുദ്ധീകരിക്കുമെന്നുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവചന പ്രത്യാശയുടെ പൂർത്തീകരണമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രവചന പ്രത്യാശയുടെ പൂർത്തീകരണം. അപ്പൊ ഈ കർത്താവാണ് തന്റെ ആലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മലാക്കിയുടെ പ്രവചനം ഇവിടെ നിറവേറുകയായിരുന്നു. സെക്രിയ പ്രവചനത്തിന്റെ ആ ഒരു പ്രവചന ഭാഗം ഇവിടെ സംഭവിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടർന്ന് നോക്കുമ്പോൾ അതിന്റെ 18 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ കൂടി നമുക്ക് വേഗത്തിൽ നോക്കാം. 18-ാം വാക്യം വായിക്കുന്നത്, എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരുന്നു, നീ 3 ദിവസത്തിനകം ഇതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ യേശുവിനോട് ചോദിക്കുക, നീ എന്ത് അടയാളം കാണിച്ചു തരുമെന്ന്, അല്ലെ? വാട്ട് സൈൻ ക്യാൻ യു ഷോ us? എന്ത് അടയാളം കാണിച്ചു തരും? ഇതൊരു നോർമൽ ചോദ്യമാണ്. കാരണം ഒരു മത നേതാക്കൾ ഈ പ്രതികരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രവർത്തനം തടസ്സപ്പെട്ട ആളുകളിൽ നിന്ന് സ്വാഭാവികമായി പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രതികരണം, അല്ലെ? നമ്മളിപ്പോ ഒരിടത്ത് ഏതെങ്കിലും ഒരു സ്റ്റോറിൽ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയാല്, നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഇതിവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളോട് നേരിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കാണും, നീ ആരാണ് ഇത് ചോദിക്കാൻ, അല്ലെ? നീ പോലീസാണോ? നീ ആരായി ചോദിക്കാൻ? അപ്പൊ ഇത് മത നേതാക്കന്മാര് കർത്താവിനോട് ചോദിക്കുക, നീ എന്ത് അടയാളം കാണിച്ചു തരും? അപ്പൊ അവരുടെ ഒരു സ്വാഭാവിക പ്രതികരണമാണ്, ഇത് ചെയ്യാനുള്ള റൈറ്റ് നിനക്കാരാ തന്നത്? അല്ലാതെ യേശു അവിടെ ചെയ്ത പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് മത നേതാക്കന്മാർ ചിന്തിക്കുന്നേ ഇല്ല. മനസ്സിലായോ? ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അഴിമതി, ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് മത നേതാക്കന്മാർ ആലോചിക്കുന്നേ ഇല്ല. അവർ നേരെ ചോദിച്ചത് യേശുവിന്റെ അധികാരത്തിലേക്കാണ്. ആരാണ് നിനക്കിത് ചെയ്യാനുള്ള അധികാരം തന്നത്? വാട്ട് ഈസ് യുവർ ക്രെഡൻഷ്യൽ? നിന്റെ യോഗ്യതാ പത്രം എന്താ? അത് ഞങ്ങളെ കാണിക്ക്. നീ ആരാ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കാൻ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ മേൽ ഒരു ഭീഷണി നേരിടുമ്പോൾ, അല്ലെ ഒരു കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ, ആ സമയത്ത് സാധാരണയായി ഉളവാകുന്ന ഒരു പ്രതികരണമല്ലേ നമ്മൾ ഇത് കണ്ടത്? ആണോ? ആ കുറ്റം ആരോപിച്ചതിന്റെ കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കാനേ പോകത്തില്ല. എന്നാൽ കുറ്റം ആരോപിച്ചവന്റെ അധികാരത്തെയാണ് പലപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യുന്നത്, അല്ലേ? നീ ആരാടാ എന്നോട് ചോദിക്കാൻ? അപ്പൊ ഇത് ഈ സുവിശേഷങ്ങളിൽ ഉടനീളം ഈ പരീശന്മാർ ചോദിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരു വാദത്തെ തർക്കിക്കാൻ കഴിയാതെ വരുമ്പോൾ, അതിന് ഉത്തരം മുട്ടുമ്പോൾ പരീശന്മാർ പൊതുവെ ചെയ്യുന്ന ഒരു പ്രശ്നം ഇതാ, അവർക്ക് പറയാൻ ചിലപ്പോൾ ഉത്തരം കാണത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ ചോദിച്ച വ്യക്തിയെ ഹറാസ് ചെയ്യുക, ഈ ചോദിച്ച വ്യക്തിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുക. ഇതാണ് പരീശന്മാരിൽ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞത്. കർത്താവ് അവിടെ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, ഡിസ്ട്രോയ് ദ ടെമ്പിൾ, അല്ലെ? ഈ മന്ദിരം പൊളിപ്പീൻ, ഈ മന്ദിരം പൊളിപ്പീൻ. യേശുവിന്റെ പ്രതികരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു അവിടെ നേരിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. പകരം ഒരു റിഡിൽ പറയുകയാണ്. എന്താ? കടങ്കഥ പോലെ, ഈ മന്ദിരം പൊളിപ്പീൻ. അതല്ലേ ഇവിടെ നമ്മൾ കണ്ടത്? അത് തന്നെ ഒരു അധികാരത്തിന്റെ പ്രവൃത്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മതനേതാക്കളുടെ നിബന്ധനകളിൽ യേശു തന്റെ യോഗ്യതാ പത്രം ഒന്നും ഹാജരാക്കുന്നില്ല, തന്റെ ക്രെഡൻഷ്യൽസ് ഒന്നും അവരെ കാണിക്കുന്നില്ല. മതനേതാക്കൾക്ക് അറിയണം നീ ആരാണ്,
കർത്താവ് തന്റെ ക്രെഡൻഷ്യൽസ് ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരേ സമയം രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയുകയാണ്. ഒരേ സമയം രണ്ട് കാര്യങ്ങൾ, രണ്ടർത്ഥങ്ങളുള്ള ഒരു സ്റ്റേറ്റ്മെന്റാ പറഞ്ഞത്. ഒന്ന് അതിന്റെ അക്ഷരാർത്ഥത്തിലും മറ്റൊന്ന് അതിന്റെ തിയോളജിക്കൽ ലെവലിലും, ദൈവശാസ്ത്രപരം. ഒന്ന് ലിറ്ററലി മനസ്സിലാക്കണം, രണ്ട് ദൈവശാസ്ത്രത്തിൽ മനസ്സിലാക്കണം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം എന്താ പറഞ്ഞത്? ഈ മന്ദിരം പൊളിപ്പീൻ. എന്താ മനസ്സിലാക്കുന്നത്? യേശു ഇത് പറയുന്നത് കേൾക്കുമ്പോൾ സാധാരണയായി വേർഡ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണ്? ഒരു പ്രകോപനപരമായ ഒരു ശബ്ദം അല്ലേ? ഒരസംബന്ധമായ ഒരു ശബ്ദം, അവകാശവാദം പോലെ. ഈ മന്ദിരം പൊളിക്കാനോ? 46 വർഷം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വലിയ കൂറ്റൻ ദേവാലയത്തെ പൊളിച്ചാൽ നീ 3 ദിവസം കൊണ്ട് പണിയുന്നാണോ പറയുന്നത്? ഇത് സാധിക്കുന്ന കാര്യമാണോ? അപ്പൊ ഇത് പറഞ്ഞവൻ ഒന്നെങ്കിൽ അവന് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അവൻ അഹങ്കാരം കൊണ്ടാ പറഞ്ഞത്. ഇതാണ് ഇതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ലിറ്ററൽ മീനിങ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട്, ദൈവശാസ്ത്രം. അപ്പൊ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തിയോളജിക്കൽ സെൻസിൽ അതെന്റെ ഉത്തരം പറഞ്ഞത് എന്താണ്? യേശു തന്റെ ശരീരത്തെ കുറിച്ചായിരുന്നു അവിടെ സംസാരിച്ചത്. അവന്റെ മരണ പുനരുദ്ധാനത്തെ കുറിച്ചായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മന്ദിരത്തെ പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയുന്നു. തന്റെ റിസറക്ഷനെ കുറിച്ച് കർത്താവ് പറയുകയായിരുന്നു. അപ്പൊ കർത്താവ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. കർത്താവ് പറയാനുള്ള ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്. ഞാനാണ് ആ ദേവാലയം. ഐ ആം ദ ട്രൂ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ കറപ്റ്റഡ് ആണ് എന്ന് ആ സമൂഹത്തോട് പറയുകയാ. നിങ്ങൾ ഈ ആരാധനാലയത്തിലേക്ക് വരുന്ന ദൈവത്തെ ആരാധിക്കുവാനല്ല. നിങ്ങളുടെ മൈൻഡ് മുഴുവനും ബിസിനസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്നാണ് പറഞ്ഞു വന്നതിന്റെ ആശയം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പ്രസ്താവന യേശുവിന്റെ മരണം വരെ കൊണ്ട് നടത്തി. ഈ ഒരു വാക്ക് യേശു പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഇത് വലിയൊരു പ്രശ്നമായി. മനസ്സിലായോ? ചിലർ വിചാരിച്ചു ആ വാക്ക് അവിടം കൊണ്ട് തീർന്നു. പക്ഷെ അവിടം കൊണ്ട് തീർന്നില്ല. ക്രൂശീകരണം വരെ ഈ വാക്കുണ്ടായിരുന്നു, ജനത്തിന്റെ മനസ്സിൽ കിടന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ വിചാരണ വേളയിൽ വ്യാജ സാക്ഷികളെ കൊണ്ടൊക്കെ നിർത്തിയിട്ട് യേശു പറഞ്ഞ ഈ വാക്കിനെ വളച്ചൊടിച്ച് അവരെ പുറത്തു കൊണ്ടുവന്നത്. അത് മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 61-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 26-ന്റെ 61. അവിടെ എന്താ പറയുന്നത്? ഒടുവിൽ 2 പേര് വന്നിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്. ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചെന്ന് അവന്റെ എതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു. അതാണ് കുറ്റം ആരോപിച്ചത്. അത് മാത്രമാണ് ക്രൂശിൽ കിടന്നപ്പോഴും അവനെ പരിഹസിച്ചതും എങ്ങനെയാ? മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം നിങ്ങൾ നോക്കണം. അവിടെ പറയുന്ന മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. കാരണം ആ മനുഷ്യന്റെ മനസ്സിൽ ഇത് മാഞ്ഞു പോയില്ല. അപ്പൊ ദേവാലയത്തിൽ വെച്ച് നടന്ന നിഗൂഢമായ പ്രസ്താവന ഉണ്ടോ? യേശു പറഞ്ഞ ആ നിഗൂഢമായ പ്രസ്താവന ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുമാണ്. എന്നാൽ ആത്യന്തികമായി അതിനെ സാധൂകരിക്കപ്പെട്ട കാര്യങ്ങളായി മാറി. അത് ഫുൾഫിൽമെന്റുമായി. ഒരു കൂട്ടം ആൾക്കാർക്ക് അത് തെറ്റിദ്ധാരണയായെങ്കിൽ മറ്റൊരിടത്ത് കർത്താവ് പറഞ്ഞതിന്റെ ഫുൾഫിൽമെന്റും സംഭവിച്ചു. കാരണം 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റെന്നുള്ളതാണ്. ശിഷ്യന്മാർ അത് പിന്നീട് അത് ഓർത്തു. കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർക്കത് മനസ്സിലായി. അപ്പൊ നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞു. ഈ 22 വരെയുള്ള ഭാഗം മാത്രം ഒന്ന് തീർത്തിട്ട് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ ഇതിനകത്തൊന്നും ഒരു ഹിസ്റ്റോറിക്കൽ കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. ഈ 46 വർഷം കൊണ്ട് ഈ ബിൽഡിംഗ് പണിതു എന്നുള്ള ഒരു കാരണം നമുക്ക് ഈ തിരുവഴുത്തിൽ നിന്ന് ഒരു ഹിസ്റ്റോറിക്കൽ പ്രൂഫ് ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് BC 20 മഹാനായ ഹേരോദാവ് ഈ 2-ാം ദേവാലയത്തിന്റെ പുനർനിർമ്മാണം ചെയ്തു. BC 20-ാം നൂറ്റാണ്ടിലാണ് ചെയ്തത്. അപ്പൊ 46 വർഷം കൊണ്ട് ഇത് കൈമാറുമ്പോൾ ഏകദേശം AD 26, 27 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേന് യേശുവിന്റെ ആദ്യകാല ശുശ്രൂഷയുടെ സമയമാണ്, ബിഗിനിങ് സ്റ്റേജ്. അപ്പൊ ഇത് ചരിത്രത്തിൽ ഇത് രേഖപ്പെട്ടു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിലെ ചെറിയ കാലഗണന പോലും അടയാളങ്ങളിൽ ഒന്നായി മാറി അല്ലേ? ചരിത്രപരവും വിശ്വാസ്യതയുമായി ആ ഒരു വിഷയത്തിൽ മറ്റ് ചരിത്രവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് ഈ ഒരു ചരിത്ര സംഭവം മാച്ചായി പോകുന്നുണ്ട്. അപ്പം ബൈബിളിനെ എതിരായി സംസാരിക്കുന്നവർക്ക് പോലും ഇതൊരു അടയാളമായി നിൽക്കുകയാ.
ബൈബിളിനകത്തെ ചരിത്ര സംഭവം എത്ര കൃത്യമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 22-ാം വാക്യത്തിൽ ശിഷ്യന്മാർ അത് ഓർത്തെന്ന്. എപ്പോഴാ? റിസറക്ഷന് ശേഷം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 22-ാം വാക്യം, അവനിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അപ്പൊ ആദ്യം പുനരുദ്ധാനം സംഭവിച്ചു, രണ്ടാമത് അവർ അത് മനസ്സിലാക്കി, മൂന്നാമത് അവർ വിശ്വസിച്ചു. ഇത് പ്രസ്താവന നടത്തിയപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല, യേശുവിന്റെ ശുശ്രൂഷ കാലത്ത് മനസ്സിലായില്ല, യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായില്ല, ശവസംസ്കാരം ചെയ്തപ്പോൾ മനസ്സിലായില്ല. എന്നാൽ പുനരുദ്ധാനത്തിന് ശേഷം മാത്രമാണ് അവർ ഓരോ സംഭവങ്ങളും യേശു പറഞ്ഞ വാക്കുകളും ഉപമകളും ഒക്കെ ഓർത്തെടുത്ത് അവർക്ക് അത് കൂടുതൽ അർത്ഥവത്തായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയും. ആ നിമിഷം ശിഷ്യന്മാർക്ക് മനസ്സിലാകാത്തത്, വചനം കോൺട്രഡിക്ഷൻ നടന്നു എന്നൊക്കെ കള്ളം പറഞ്ഞു എന്ന് വിധിക്കരുത് നമ്മൾ. യേശു പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും അൺലോക്ക് ചെയ്യപ്പെട്ട ഒരു വ്യാഖ്യാന താക്കോലാണ് പുനരുദ്ധാനം, റിസറക്ഷൻ. കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനെ അൺലോക്ക് ചെയ്തു. പുനരുദ്ധാനത്തിന് ശേഷം ജനത്തിന് വ്യക്തമായി. അപ്പൊ പുനരുദ്ധാനമില്ലാതെ യേശുവിന്റെ പല വാക്കുകളും പലർക്കും വെറുതെ ഒരു വീമ്പിളക്കമായിട്ട് തോന്നും, ജസ്റ്റ് ബോസ്റ്റിംഗ് പോലെ തോന്നും. എന്നാൽ പുനരുദ്ധാനത്തോടെ ഇത് ചരിത്രത്തിൽ ഇന്നുവരെയും നടന്നിട്ടുള്ള ഏറ്റവും ധീരമായ ഒരു പ്രവചനമാണ്, ഏറ്റവും കൃത്യമായ ഒരു പ്രവചനമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ പുനരുദ്ധാനത്തിന്റെ ശക്തി. ആ ശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. ആ ശക്തിയാണ് നമ്മൾ മരിച്ചാലും നമ്മളെയും ഉയർപ്പിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ ഇവിടെ അടയ്ക്കാം. കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർന്ന് പറഞ്ഞ് 2-3 വാക്യങ്ങൾ കൂടിയുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാ. അവനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ്. അനേക ശ്രേഷ്ഠന്മാർ കല്ലറയ്ക്കകത്ത് മൺമറഞ്ഞിരിക്കുമ്പോൾ നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവൻ മരണത്തെ ഭേദിച്ച്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന്റെ ശക്തിയെ കാൽ കീഴാക്കി ജയത്തോട് ജീവിക്കുന്ന, ലോകത്തിലും ഹല്ലേലൂയ സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കർത്താവ് മനുഷ്യർക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥത അണഞ്ഞുകൊണ്ട് നിത്യതയിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തായിരിക്കുന്നു. അവനിൽ ആശ്രയിക്കുന്നവർ രക്ഷ പ്രാപിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജസ്ലിൻ ബ്രദർ പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ ദൈവമാനേശുകൾ നടത്തുവാൻ പരമപിതാവേ അപ്പാ, ആശീർവദിക്കപ്പെട്ടതാണ് നല്ല വിളയ്ക്കാമെന്ന് എൻ്റെ തുതിക്കണപ്പാ. സ്തോത്രം, നല്ലൊരു ആണ്ടവരെ സ്തോത്രം, വസനധ്യായനത്തെ ആണ്ടവരെ നിറങ്ങൾക്ക് കൊടുത്തപടിയാലും സ്തോത്തിരിക്കണപ്പാ. ആണ്ടവരെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആണ്ടവരെ നമ്മുടെ அப்பா கருத்தின் கிரியைகளை குறித்தெல்லாம் நாங்கள் பார்த்தோமே ஆண்டவரே. அப்பா நீர் ஆண்டவரே சேவைகளின் மத்தியில் இருந்த ஆண்டவரே, அப்பா கல்யாண வீட்டிலே செய்த அற்புதத்தையும் ஆண்டவரே ஸ்தோத்திரம், உம்முடைய வீட்டை குறித்தான பக்தி வைராக்கியத்தை குறித்தும் ஆண்டவரே நாங்கள் கற்றுக்கொண்டோம் ஆண்டவரே. அது மட்டுமல்லாது ஆண்டவரே ஸ்தோத்திரம் ஸ்தோத்திரம் ஆண்டவரே, அப்பா உம்முடைய உயிர்த்தெழுதலின் வல்லமையை குறித்தும் நாங்கள் ஆண்டவரே கற்றுக்கொள்ள கர்த்தர் உதவி செய்தபடியாலுமே ஸ்தோத்திரிக்கிறோம் ஆண்டவரே. அப்பா ஸ்தோத்திரம் ஸ்தோத்திரம் ஆண்டவரே. கற்றுக் கொடுத்த ஆண்டவரே உங்களுடைய ஊழியரை ஆண்டவரே நீர் இன்னும் அதிகமாய் ஆசீர்வதிக்கும்படியாய் ஜெபிக்கிறோம் ஆண்டவரே. இன்னும் அநேகருக்கு பயன்படுத்தும்படியாய் ஜெபிக்கிறோம் ஆண்டவரே. அப்பா ஸ்தோத்திரம், நாங்கள் கற்றுக்கொண்ட வசனங்களின்படி ஆண்டவரே உமக்கு பிரியமாய் ஜீவிக்க எங்களுக்கு உதவி செய்யும்படியாய் ஜெபிக்கிறோம் ஆண்டவரே. அப்பா ஸ்தோத்திரம் ஸ்தோத்திரம். கலந்து கொண்ட ஒவ்வொருவரையும் கர்த்தர் ஆசீர்வதிப்பீராக ஆண்டவரே. ஸ்தோத்திரம். இன்னும் ஆண்டவரே அப்பா ஆன்லைன்ல ஆண்டவரே இன்னும் பார்க்க போகிறான ஒவ்வொருவரையும் கர்த்தர் ஆண்டவரே அப்பா ஸ்தோத்திரம், அவர்களுக்கும் இது பயனுள்ளதாக மாற கர்த்தர் உதவி செய்யும்படியாய் ஜெபிக்கிறோம். அப்பா இப்பொழுது நாங்கள் பிரிந்து செல்கிறோம். பிரியா நேசராய் கர்த்தர் கூட இருந்து வழிநடத்தும்படியாய் ஜெபிக்கிறோம். യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവിന്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്ത പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളോടും ലോകമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ നീക്കും കർത്താവിന്റെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കേണ്ട ഒരു പോർഷനോട് പറയുന്നു. 3-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കൂടി നിങ്ങൾ പ്രത്യേകം വായിച്ചിട്ട് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ചെറിയൊരു പോർഷനും കൂടെ പറയുവാനുണ്ട്.
അതും കൂടി നമ്മൾ അടുത്ത ആഴ്ചയിൽ ശ്രദ്ധിക്കാൻ ദൈവം നമ്മളെ ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.